തുടരുകയാണ്. യു പിയിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം എന്നതാണ് യു പി കോൺഗ്രസ് ഘടകത്തിന്റെ ആവശ്യം. എന്നാൽ കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിക്കുന്നതിൽ രാഹുലിന്റെ വിയോജിപ്പാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തടസ്സമായി നിൽക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഈ റായ്ബറേലിയിലെയും അമേഠിയിലെയും സസ്പെൻസ് അത് തുടരുകയാണല്ലോ. ഇതുവരെയും ഒരു വ്യക്തത അല്ലെങ്കിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലേ? എൽദോ, സസ്പെൻസ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും യു പി കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. യു പിയിൽ കോൺഗ്രസിന് അനായാസം ജയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല 2 സീറ്റുകളാണ്, അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്നെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് റായ്ബറേലി. അമേത്തിയിൽ കഴിഞ്ഞ തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള 2 മണ്ഡലങ്ങൾ. പക്ഷേ അവിടെ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ 2 പേർ മത്സരിക്കണമെന്നുള്ളതാണ് പ്രധാനമായും യു പിയിലെ ആവശ്യം. അത് അമേത്തിയിൽ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. ഒന്നുകിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുക, അല്ലെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുക. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ്. സോണിയാഗാന്ധി കഴിഞ്ഞ തവണ അടക്കം 1 ലക്ഷത്തിന് മേലുള്ള വോട്ടിന് വിജയിച്ച മണ്ഡലമാണ്. അവിടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും ഈ 2 മണ്ഡലങ്ങൾ, അങ്ങനെ കുടുംബ മണ്ഡലം എന്നത് വേണ്ട, അവിടെ മത്സരിക്കേണ്ടതുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ പാർട്ടിയും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായി സഖ്യത്തിലാണ് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ നിർബന്ധം അവിടെ കുടുംബത്തിൽ നിന്ന് തന്നെ 2 പേർ മത്സരിക്കണമെന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് തീരുമാനം ഉണ്ടായേ മതിയാവൂ. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിൽ ഇനി പ്രധാനമായും അറിയേണ്ടത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അമേഠിയിലാണോ റായ്ബറേലിയിലാണോ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അമേഠി രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം സീറ്റാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഒഴികെ അതിനു മുമ്പ് 3 തവണ വിജയിച്ച സീറ്റാണ്. എന്നാൽ റായ്ബറേലി സോണിയാഗാന്ധിയുടെ സീറ്റിലും കഴിഞ്ഞ തവണ അടക്കം കോൺഗ്രസ് വിജയിച്ച സീറ്റാണ്. കുറെ കൂടി വിജയ സാധ്യതയുള്ളതും. റായ്ബറേലിയിൽ നിലവിൽ ഉള്ള 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 3 സമാജ്വാദി പാർട്ടിക്കാണ് MLA-മാരുള്ളത്. പക്ഷേ അമേഠിയിൽ അങ്ങനെയല്ല. അമേഠിയിലെ 5 3 BJP MLA-മാരുള്ളത്. BJP-ക്കാണ് അവിടുത്തെ വിധാനസഭയിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിജയസാധ്യതയുള്ള റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുക, ഒപ്പം സ്മൃതി ഇറാനിയെ നേരിടാനായി പ്രിയങ്ക ഗാന്ധി ഇറങ്ങുക. ഈ നിർദ്ദേശമാണ് പ്രധാനമായും യു പി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ ഈ നിർദ്ദേശത്തോട് ഇതുവരെയും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവസാന യെസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കേണ്ടി വരും. ഇനി ഇവർ 2 പേരും സ്ഥാനാർത്ഥികളാവാൻ തയ്യാറായില്ലെങ്കിൽ ഈ അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് എന്ന് അടക്കം പറയേണ്ടി വരും. കോൺഗ്രസിന് യു പിയിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല, യഥാസമയം നിശ്ചയിക്കാൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപത്തിന് കൂടി അത് വഴിതെളിക്കും. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. താങ്കൾ തന്നെ മത്സരിക്കണം, പ്രിയങ്ക ഗാന്ധി അടക്കം മത്സരിക്കണം എന്നുള്ള അവരുടെ നിർദ്ദേശവും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി മറ്റൊരു ധാർമ്മികത ഉയർത്തി കാണിക്കൊണ്ട് കുടുംബത്തിൽ നിന്നല്ല മത്സരിക്കേണ്ടത്, കോൺഗ്രസിൽ നിന്ന് മറ്റൊരാൾ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ മതിയാവും. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ മത്സരിക്കുന്നുണ്ടോ അതോ മറ്റാരെങ്കിലുമാണോ സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യത്തിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും. കിരൺ, അപ്പോൾ ഈ രാഹുലും പ്രിയങ്കയും അങ്ങനെ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്? റായ്ബറേലിയും അമേഠിയും പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ അത്രമാത്രം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 2 മണ്ഡലങ്ങളാണല്ലോ. അപ്പോൾ അവിടെ ഒരു സാധാരണ നേതാവിനും അപ്പുറമുള്ള ഒരു ഫിഗർ കൊണ്ടുവരേണ്ട സാഹചര്യമില്ലേ? എൽദോ, നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് റായ്ബറേലി ആയാലും അമേത്തി ആയാലും ഈ 2 മണ്ഡലങ്ങളിലും നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് അങ്ങനെ അവിടെ ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും വിജയിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. നേരത്തെ തന്നെ ഷീല കൗൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയായി വരുന്ന കസിൻ സിസ്റ്ററായി വരുന്ന ആളാണ്. ഷീല കൗൾ 2 തവണ മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് അവർ പരാജയപ്പെട്ടു. പിന്നെ അവരുടെ മകനുമൊക്കെ മത്സരിച്ചപ്പോഴും പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്നും ആളുകൾ മത്സരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിന് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഒക്കെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ വിജയിക്കുന്ന ഘട്ടങ്ങളിൽ പോലും അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അങ്ങനെ 5 സീറ്റും ലഭിക്കുന്ന അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു അവസ്ഥ മുമ്പും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ മത്സരരംഗത്തേക്ക് വരുന്നത് ഗാന്ധി ആ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബത്തോട് ദീർഘകാലം രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും
ഒക്കെ പ്രതിനിധീകരിച്ച മണ്ഡലങ്ങളാണ്. ഇതുപോലെ റായ്ബറേലി ആയാലും അമേത്തി ആയാലും. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഈ രണ്ട് മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലുള്ളവരോട് ആ നാട്ടുകാർക്കുള്ള ഒരു പ്രത്യേക സ്നേഹവും അല്ലെങ്കിൽ അവരോട് പ്രത്യേക മമതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷേ കോൺഗ്രസിന് ഈ പറയുന്നത് പോലെ അവിടെ കോൺഗ്രസ് ആരെ മത്സരിപ്പിച്ചാലും ജയം ഉറപ്പുള്ള ഒരു മണ്ഡലമല്ല. കഴിഞ്ഞ തവണത്തെ പ്രത്യേകത കൂടി ആലോചിക്കണം. രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചിട്ടും അമേത്തിയിൽ 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പിൽ തവണ രാഹുൽ ഗാന്ധി ഏകദേശം 1 ലക്ഷത്തിന് മേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. അതിനു മുമ്പ് 2 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഭൂരിപക്ഷം കുറഞ്ഞു, 1 ലക്ഷമായി കുറഞ്ഞു. കഴിഞ്ഞ തവണ 55,000 വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത്തവണ പക്ഷേ അനുകൂലമായ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ മണ്ഡലങ്ങളിൽ SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ വലിയ സ്വാധീനമാണ്. സമാജ്വാദി പാർട്ടി കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി പ്രത്യേകമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. കോൺഗ്രസ് പ്രത്യേകമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. സമാജ്വാദി പാർട്ടിയും BSPയും സംയുക്ത മുന്നണിയായിട്ടാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. സമാജ്വാദി പാർട്ടി കോൺഗ്രസിനൊപ്പം സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത വളരെ കൂടുതലാണ് എന്നത് സമാജ്വാദി പാർട്ടിയും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് 2 പേരാണ് മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായും കിട്ടുന്ന കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ കഴിയുന്ന 2 സീറ്റുകളാണ് റായ്ബറേലിയും ഈ പറയുന്നത് പോലെ അമേത്തിയും. പക്ഷെ അവിടേക്ക് ഇവർ 2 പേരും മത്സരിക്കാൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറാവുന്നില്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ മറ്റ് 2 പേരെ കണ്ടെത്തേണ്ടി വരും. അത് സ്വാഭാവികമായും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അത് അതൃപ്തിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ആ സീറ്റ് നഷ്ടപ്പെടാനടക്കമുള്ള കാരണമാകുന്നുണ്ട്. ഈ വിഷയമാണ് പ്രധാനമായും കോൺഗ്രസിന്റെ UP ഘടകം ചൂണ്ടിക്കാണിക്കുന്നത്. സീറ്റാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ആദർശത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ള രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ 2 സീറ്റ് നഷ്ടമായി പോകും. കഴിഞ്ഞ തവണ ആകെ ഒറ്റ സീറ്റ് മാത്രമാണ് UPയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അത് റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ് വിജയിച്ചത്. അതിന് മുമ്പിലെ തവണയാണെങ്കിൽ 2014-ലാണെങ്കിൽ 2 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത് രാഹുൽ ഗാന്ധിക്ക് അമേത്തിയിലും റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ്. 2009-ൽ 18 സീറ്റുകൾ വിജയിച്ച ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു. അവിടുത്തെ ഏകദേശം 4/1 സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ്. 80 സീറ്റുകളിൽ 18 സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ്. പിന്നീട് 2 സീറ്റിലേക്കും കഴിഞ്ഞ തവണ 1 സീറ്റിലേക്കും ചുരുങ്ങിപ്പോയത്. ഇക്കുറി അത്തരമൊരു മത്സരത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതുപോലും നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത അടക്കമുണ്ട്. എന്ന് മാത്രമല്ല വലിയൊരു 17 സീറ്റുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ടാണ് SP അങ്ങനെ ഒരു സഖ്യത്തിന് തയ്യാറായത്. ഏത് വിധേനയും UPയിൽ പരമാവധി സീറ്റുകൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് SP അങ്ങനെ ഒരു വിശാലമായ സഖ്യത്തിലേക്കൊക്കെ തയ്യാറായത്. ആ സഖ്യത്തിന്റെ ഒരു അന്തസ്സത്തയ്ക്കൊത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആ സഖ്യത്തിന്റെ സ്പിരിറ്റിനൊത്ത രീതിയിലേക്ക് ഒരു തീരുമാനം രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതിന്റെ പഴി കൂടി അവർ തെരഞ്ഞെടുപ്പിന് ശേഷവും കേൾക്കേണ്ടി വരും. കാരണം ആ സീറ്റുകൾ മത്സരിക്കുന്നത് മറ്റാരെങ്കിലും 2 പേരാണെങ്കിൽ ആ സീറ്റുകൾ ഇനി ഉറപ്പിച്ച് കോൺഗ്രസിനൊപ്പം നിർത്താം എന്നുള്ളത് എത്രത്തോളം ഏറെക്കുറെ ആശങ്കാജനകം തന്നെയാണ്. അങ്ങനെ ഉണ്ടാവണം എന്നില്ല. നിലവിലെ കണക്കുകളും അത്തരത്തിൽ തന്നെയാണ്. ഈ അമേഠിയിലെ അടക്കം കണക്കുകൾ പരിശോധിച്ചാൽ അമേഠിയിലെ ഭൂരിപക്ഷം സീറ്റുകൾ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 3 നിയമസഭാ മണ്ഡലത്തിലും വിജയിച്ചിരിക്കുന്നത് BJP പ്രതിനിധികളാണുള്ളത്. 2 മാത്രമാണ് SP-യുടെ പ്രതിനിധികളുള്ളത്. കോൺഗ്രസിന് എവിടെയും പ്രതിനിധി ഇല്ല എന്നതുകൂടി ആലോചിക്കണം. റായ്ബറേലിയെ സംബന്ധിച്ചും 1 സീറ്റിൽ മാത്രമാണ് SP-ക്ക് ഭൂരിപക്ഷമുള്ളത്. ഇവിടെയെല്ലാം കോൺഗ്രസിനല്ല ഭൂരിപക്ഷം എന്നതുകൂടി ആലോചിക്കണം. പക്ഷേ കോൺഗ്രസിനല്ല ഭൂരിപക്ഷം എങ്കിൽ പോലും കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇപ്പോഴും ആ കുടുംബത്തോട് ആ നാടിനുണ്ടാകുന്ന പ്രത്യേക സ്നേഹവും മമതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിജയസാധ്യത വളരെ കൂടുതലാണ്. ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മേലുള്ളത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ AICC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ AICC അധ്യക്ഷന് തീരുമാനം പ്രഖ്യാപിക്കണമെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ അന്തിമ തീരുമാനം അറിയേണ്ടതുണ്ട്. എന്തായാലും അത് ഇന്ന് അറിയാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് അറിഞ്ഞേ മതിയാവും. ഒന്നുകിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ള തീരുമാനം 2-1 തീരുമാനം ഇന്ന് ഉണ്ടായേ മതിയാവും. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം മാത്രമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കോൺഗ്രസിന് മുന്നിലുള്ളത്. ശരി, കിരൺ ബാബുവാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് അമേഠിയിലെയും റായ്ബറേലിയിലെയും കാര്യങ്ങൾ വിശദീകരിച്ചത്. മറ്റു വാർത്തകളിലേക്ക് അശ്ലീല